കയ്പില്ലാത്ത കഴിഞ്ഞ കാലത്തെ ഓർമ്മിച്ചെടുക്കുക എന്നുള്ളത് ശ്രമകരമായൊരു കാര്യമാണ്. ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ പറയണം. മനുഷ്യത് എളുപ്പമല്ല. നമ്മളെഴുതിയ ആ കിളന്ത് പ്രായത്തിൻ്റെ ഓർമ്മകൾക്കകത്തുന്ന കയ്പ് തീരെ വരുന്നില്ലെന്നുള്ളതാണ് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നൊരു പ്രത്യേകത. റെക്കോർഡ് ബട്ടൺ എന്ന് പറഞ്ഞൊരു പ്രശ്നം എല്ലാവരുടെയും പ്രതിസന്ധിയാണ്. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനുണ്ട്. ചിലപ്പോഴൊക്കെ അയാളുടെ ജീവിതത്തെ മറ്റുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടിലാക്കുമ്പോൾ നമ്മളൊരു മാനുഷികമായ നീതിയുടെ ഭാഗമായിട്ട് അവനോട് പറയും, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യേണ്ടതാണ്, റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. അയാൾ പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ സിസ്റ്റത്തിനകത്ത് ഈ റെക്കോർഡ് ബട്ടൺ ഇല്ല. എൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഒരു കാലത്ത് നമ്മുടെ ഉള്ളു നിറയെ റെക്കോർഡ് ബട്ടണാണ്. നമ്മളൊന്നും മറക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും അനുഭവിച്ചതിനേക്കാൾ ഗുരുത്വത്തോടു കൂടിയാണ് പഴയ പല ഓർമ്മകളെയും നമ്മൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത്തരം കഠിനമായ വ്യഥകളില്ലാതെ കയ്പില്ലാതെ അവനവൻ്റെ കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മിച്ചെടുക്കുക എന്നുള്ളത് ഒരു മെഡിറ്റേഷൻ്റെ എടുത്തതല്ല. പഴയ നിയമത്തിൽ ഏറ്റവും പരിക്കേറ്റൊരു മനുഷ്യൻ്റെ പേര് ജോസഫ് എന്നാണ്. പറഞ്ഞു വരുമ്പോൾ അയാളുടെ ജീവിതത്തെ കഠിനമാക്കിയത് അയാളുടെ സിബ്ലിങ്സാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ ശുഭകരമായി കഴിയുമ്പോൾ അയാൾ തൻ്റെ കുഞ്ഞിനിടുന്ന ഒരു പേരുണ്ട്. അത് പുസ്തകത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പേരിടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു ആശംസ കൊടുക്കുക എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിലേക്ക് ദാനമായിട്ട് കിട്ടിയൊരു പൈതലിനെ എടുത്തുയർത്തിക്കൊണ്ട് അയാൾ കുഞ്ഞിനെ ഇങ്ങനെ വിളിച്ചു, മനാസെ. ഇതർത്ഥം നീ മറക്കണമെന്നുള്ള. ഓർമ്മകൾക്ക് ഒരു ഫിൽറ്ററിങ് ആവശ്യമുണ്ട്. ഓരോർമ്മയും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതല്ല. എനിക്കോ അവർക്കോ ഗുണകരമല്ലാത്ത ഓർമ്മകളെന്ന് പുറത്ത് കടക്കുവാൻ ഞങ്ങൾ ഇരുവരെയും നീ സഹായിക്കണമേ. പെണ്ണിങ്ങനെ രണ്ട് ചങ്ങാതിമാരോട് നടന്നു പോവുകയാണ്. ഒരാൾക്ക് അവനോട് എന്തൊരു അനിഷ്ടം തോന്നി. പ്രത്യേക ഘട്ടത്തിൽ അയാൾ ഈ മനുഷ്യനെ തൻ്റെ കൈവീശി ഒന്ന് പ്രഹരിച്ചു. അപ്പോൾ ഈ അടികൊണ്ട മനുഷ്യൻ മണൽപ്പുറമാണ്, അല്ലെങ്കിൽ മണൽപ്പുറത്തിരുന്ന് എഴുതി, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു. പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ഒരു പുഴയൊഴുക, വഴുതന പാറയാണ്. നടക്കുമ്പോൾ അതിനകത്തുനിന്ന് തെന്നി ഇയാൾ ഈ ഒഴുക്കിൽ പെട്ടുപോയി. അപ്പോൾ ഇതേ ചങ്ങാതി പതച്ചു വന്ന് അയാളെ രക്ഷിച്ചു. അവിടെ വെച്ച് അയാൾ തൻ്റെ പൊക്കണത്തിൽ നിന്ന് ഒരു ഉളിയെടുത്തിട്ട് അടുത്തുള്ള പാറയെ ഇങ്ങനെ കൊത്തിവെച്ചു. ഹിയർ മൈ ഫ്രണ്ട് സേവ്ഡ് മീ. ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതിയെ രക്ഷിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ മണലിലെഴുതി, രക്ഷിച്ചപ്പോൾ നീ പാറയിലെഴുതി, എന്താ എൻ്റെ പോലുള്ളത്? ഒരാൾ പറഞ്ഞു, ചങ്ങാതി കിട്ടിയ അടിയുടെ ഓർമ്മകളൊക്കെ മണലെഴുതിയാൽ മതി. ഒരു കാറ്റ് വരുമ്പോൾ മാഞ്ഞു പോകണം. ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഓർമ്മ പാറയിൽ കൊത്തിവെക്കണം. ഒരിക്കൽ കൂടി ആ ഒരു കുഞ്ഞു പ്രാർത്ഥന ആവർത്തിക്കുകയാണ്, ദൈവമേ എനിക്കും അവർക്കും ഗുണകരമല്ലാത്ത ഓർമ്മകളാണ് പുറത്ത് കിടക്കുവാൻ ഞങ്ങൾ ഇതുവരെ നീ സഹായിക്കണമേ. മനാസെ.